ഉമ്മൻചാണ്ടി സർക്കാരിനെ സൂക്ഷിക്കണമെന്ന് അണികളോട് പറയുമെന്ന് KCBC. 1000 MLA-മാർ അനുകൂലിച്ചാലും മദ്യനയമാറ്റം തെറ്റ് തന്നെയാണ്. നയമാറ്റം പ്രായോഗികതയല്ല, ഒത്തുകളിയാണ്. കോടികൾ കൈയാളുന്ന അബ്കാരികൾക്ക് മുന്നിൽ സർക്കാർ കൈകൂപ്പുകയാണ്. അഡ്വക്കേറ്റ് ജനറൽ അബ്കാരി ജനറലായി മാറിയിരിക്കുകയാണെന്നും KCBC കുറ്റപ്പെടുത്തി. മദ്യനയത്തിൽ മാറ്റം വരുത്തിയ സർക്കാർ തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ UDF-ന് അടുത്ത തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി മുന്നറിയിപ്പ് നൽകി. ജനുവരി 1 മുതൽ സർക്കാർ തീരുമാനത്തിനെതിരെ പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിക്കും. ജനുവരി 1-ന് 11 മണി മുതൽ 4 മണി വരെ എറണാകുളത്ത് മദ്യവിരുദ്ധ സമിതി പ്രവർത്തകർ വായ്മൂടിക്കെട്ടി നിൽപ്പ് സമരം നടത്തും. മദ്യലോബിയെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികൾക്കും തിരഞ്ഞെടുപ്പിൽ നഷ്ടമുണ്ടാകും. സ്വന്തം മനസാക്ഷിയെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത തീരുമാനം പ്രായോഗിക തീരുമാനമെന്ന് പറയാൻ ഉമ്മൻചാണ്ടിക്ക് എങ്ങനെ സാധിക്കുന്നുവെന്നും KCBC മദ്യവിരുദ്ധ സമിതി സെക്രട്ടറി ഫാദർ TJ ആന്റണി ചോദിച്ചു. മദ്യലോബിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് അതിന്റെ പേരിൽ പരാജയം രുചിക്കേണ്ടി വരും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്നല്ല, കേരളത്തിൽ ഇനി എത്ര വർഷം കഴിഞ്ഞ് ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും മദ്യലോബിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ച എല്ലാ ജനപ്രതിനിധികൾക്കും നഷ്ടം സഹിക്കേണ്ടി വരും. അവർക്കെതിരെ പരസ്യ പ്രചരണത്തിന് സഭ എന്ന വാക്കിന് ഉപയോഗിക്കുന്നില്ല. KCBC മദ്യവിരുദ്ധ സമിതിയും മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളും ഏകോപന മുന്നണിയും ഉണ്ടായിരിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന് വോട്ടില്ല എന്നെഴുതിയ 10 ലക്ഷം കാർഡുകൾ വീട്ടമ്മമാർ മുഖ്യമന്ത്രിക്ക് അയച്ചു നൽകും. ഇരുമുന്നണികൾക്കുമെതിരെ അടുത്ത തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനും KCBC മദ്യവിരുദ്ധ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.